സ്ഥലം നിങ്ങളിൽ ഷെയർ ചെയ്യാനാണ് കേട്ടോ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു വെറൈറ്റി സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. പറയാൻ കാരണം നമുക്കിവിടെ ഇപ്പം ഞാൻ വളരെ ഹാപ്പിയൊന്നുമല്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, വയനാട്ടിൻ്റെ സ്ഥിതികൾ എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു ദുഃഖത്തിലുമാണ് ഞാൻ കേട്ടോ. എന്നാലും ഒരു കുഞ്ഞു സ്ഥലം എന്ത് പറയാനാണ്, നമ്മളും ട്രാവൽ ചെയ്യുന്നുണ്ട്, പ്രകൃതിയോട് ഇണങ്ങിയാണ് നമ്മളും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. എവിടെ സംഭവിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും എന്ത് പറയാനാണ്, ഇന്നും ഒരു വെറൈറ്റി സ്ഥലം നിങ്ങളിൽ ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതേണ്ട ഇവിടെ ഒരു ഹാർബറാണ് കേട്ടോ, കുളച്ചൽ ഹാർബറിലാണ് ഞാനിന്നുള്ളത്. ഒരു ഐസ് പ്ലാന്റ് ആണ്, നമ്മുടെ ഫിഷിനൊക്കെ ഉള്ള ഐസ് പ്ലാന്റ് ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. നമുക്കൊരു ബീച്ചാണ് കേട്ടോ, വെറൈറ്റി സ്ഥലമായിട്ട് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ബീച്ചാണ് കേട്ടോ. വന്ന് നിൽക്കുന്ന എന്ത് പറയാനാണ്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ, ഈ ബീച്ചിലെ കടലിൻ്റെ തിരമാലകൾ ആസ്വദിച്ച് എങ്ങനെ കണ്ടിരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. അപ്പം ഞാനും ഇന്ന് എന്ത് പറയാനാണ്, ഒരു ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട് കേട്ടോ. 4 മണി ടൈമിലാണ് ഞാനും ഉള്ളത്. നമുക്ക് ഇവിടെ അല്ല കേട്ടോ, കുറച്ചുകൂടെ അപ്പുറത്ത് പോകാനുണ്ട്. നമുക്ക് എല്ലായിടവും ഒന്ന് ചുറ്റിക്കറങ്ങാവേ. അപ്പോൾ എല്ലാവരും കൂടെ പോകുന്നോളൂ. ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുന്നവരെ കണ്ടോ, ഞങ്ങൾ നേരത്തെ വന്നപ്പോഴേ എന്നെ കണ്ട് പരിചയപ്പെട്ട്, കാരണം ഓൾറെഡി മുമ്പ് അറിയാമല്ലേ എൻ്റെ ഒരു ചാനൽ ഞാൻ ഓൾറെഡി എന്ന് പറയാൻ കാരണം ഓൾറെഡി എൻ്റെ വാക്ക് പ്രസിദ്ധമായ വാക്കാണ്. അപ്പോൾ എന്താ പറയുക, പേയാടാണ് അല്ലേ, ഫാമിലിയായിട്ട് താമസിക്കുന്നത്. വളരെ സന്തോഷം തോന്നി കേട്ടോ, എന്നെ അറിയാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഓടി വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇതൊരു ഫാമിലിയാണ് അല്ലേ, നിങ്ങൾ ഒരു ഫാമിലിയാണ്. അപ്പോൾ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും വളരെ സന്തോഷം. ഭയങ്കര സന്തോഷം, ഇതാണ് വേണ്ടത് അല്ലേ. അതെ അതെ, സ്ഥിരം കാണുന്ന ചാനൽ. എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി, ഓക്കെ. അപ്പൊ കണ്ടല്ലോ, ഒരു ഫാമിലിയെ നമുക്ക് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെടാൻ പറ്റി. എൻ്റെ ചാനൽ കാണുന്നവരാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ ഓക്കെ, എന്നാ എന്തായാലും ഞാനിതാ ബീച്ചിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ല ചെറിയൊരു ചൂടും നല്ല തണുത്തൊരു കാലാവസ്ഥ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. നല്ല പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വേട്ടോ. ബീച്ചല്ലേ, അടിപൊളിയായിരിക്കും അല്ലേ. അപ്പം ഈ പാലം കണ്ടല്ലോ, 2004 സുനാമി വന്നപ്പോൾ നഷ്ടപ്പെട്ട പാലമാണ് കേട്ടോ. ഇതാ കണ്ടോ, പാലത്തിന്റെ സ്ഥിതി ഇപ്പോൾ അങ്ങനെയാണ്. ഇനി പുതിയ പാലം വരാൻ പോവുകയാണ് അല്ലേ. പുതിയ പാലം വരുന്നില്ലേ, എവിടെ വരുന്നേ? പുതിയ പാലം ഇല്ലേ, വരുന്നില്ലേ? ഇത് സുനാമിയിൽ തകർന്നതല്ലേ. അപ്പൊ സുനാമിയിൽ തകർന്ന ഒരു പാലം കൂടെയാണ്. ഇവിടെ കുളച്ചൽ യുദ്ധം ഇവിടെയാണ് നടന്നത്, ആണോ? അങ്ങനെ അറിയാവോ കുളച്ചൽ യുദ്ധത്തിനെ കുറിച്ച്? മാർത്താണ്ഡ വർമ്മ ആയിട്ടൊക്കെ ഒരു യുദ്ധം, കുളച്ചൽ യുദ്ധം ഞാനും PSC എപ്പോഴും പഠിച്ചതാണ്. അപ്പൊ എനിക്ക് വലുതായിട്ട് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. അപ്പൊ എന്തായാലും കുളച്ചൽ എന്ന് കേട്ടാൽ നമുക്ക് കുളച്ചൽ യുദ്ധത്തിനെയും മാർത്താണ്ഡ വർമ്മയെയും കുറിച്ച് നമുക്ക് ഓർമ്മിക്കാതെ പറ്റില്ല അല്ലേ. അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ എപ്പോഴും ആൾക്കാരുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഞാനും ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ബീച്ചിലോട്ട് പോകാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത് കാണാൻ പോകേണ്ടത്, കുറച്ചു ദൂരം കൂടെ പോകണം കേട്ടോ. അടുത്ത് കാണാൻ പോകേണ്ടത് ഫിഷ് പിടിക്കുന്ന സ്ഥലം. അവിടെ എന്താണ് കാഴ്ചകളെന്ന് ഞാനും പോയിട്ടില്ല. നമുക്ക് അവിടെ കൂടെ ഒന്ന് പോകാം കേട്ടോ. പോയിട്ട് കടലിന്റെ മറു സൈഡിൽ കൂടെ നമുക്ക് പോകാം. വെള്ളം ക്യാമറയും കൂടെ ഇപ്പൊ വെള്ളം കൊണ്ടുപോകാറുണ്ട്. അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മൾ ഒരു സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട്, മറു സൈഡിൽ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ മീൻ പിടിക്കാനായിട്ട് പോകാനായിട്ടൊക്കെ വള്ളങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ബോട്ടുകളും വള്ളവും ഒക്കെ ഒത്തിരി ഉണ്ട്. നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ കുളച്ചൽ ഹാർബറാണ് കേട്ടോ. നമുക്ക് താഴോട്ട് ഒന്ന് ഇറങ്ങി നോക്കാവേ. അപ്പം മീനിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ വെളുപ്പിന് 4 മണിക്കും ഉച്ചയ്ക്ക് 12:30ക്കുമാണ് ഇവിടെ മീൻ വിൽപ്പന കേട്ടോ. ആ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെറൈറ്റി കാഴ്ചകളാണ് അല്ലേ, കാണാൻ അതിമനോഹരം തന്നെയാണ് കേട്ടോ ഈ കടലിൽ മീൻ പിടുത്തം. അപ്പൊ ഇതിന്റെ മെയിൻ പോർഷൻ വന്നിട്ട് അതാണ് കേട്ടോ, മറു സൈഡാണ്. ഞാൻ ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കാഴ്ച കണ്ടതിന് ശേഷം മീൻ ഇറങ്ങുന്നതാണ് കേട്ടോ.
ഒരുപാട് പേരുണ്ട് കേട്ടോ. ഹാർബറിന്റെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ? നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. അവരുടേതായ ജോലികൾ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടന്മാരെല്ലാവരും മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. ചേട്ടാ, എത്ര മണിക്കൂർ കഴിഞ്ഞ് വരും? 2 മണിക്കൂറാണോ? പിന്നെ വെളുപ്പിനെയാണോ? ആ, അപ്പോൾ ഇപ്പോൾ പോയി വെളുപ്പിന് 6 മണിക്കാന്നോ? 7-8. അതെയോ? വെളുപ്പിനെ, അതായത് രാവിലെ 6-7 മണിയാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ചേട്ടന്മാരൊക്കെ തിരിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കരുതിയിട്ടുണ്ടോ? ഭക്ഷണമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ദിവസം 1.5 മണിക്കൂർ ഇവിടെ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങിട്ട് കൊണ്ടുവിടാന്ന് പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം ചേട്ടാ. പിന്നെ ഇതിനെന്തുവാ, നങ്കൂരം വിടുവോ? വില മാത്രം തന്നെ? അതെയോ? ഇതിനെ കുറിച്ച് കൂടുതൽ അതൊന്നും എനിക്കറിയില്ല. അറിയാന്നുള്ളവർ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ചേട്ടന്മാര് ചാറ്റിയൊക്കെ തന്ന് മീൻ പിടിക്കാൻ യാത്രയായിട്ടുണ്ട്. അവര് രാവിലെ എന്തായാലും 7-8 മണിക്കകത്ത് എത്തുമെന്നാണ് പറയുന്നത്. അവരെ കാണാൻ സാധിച്ചതിലും പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ പാവമാണ് കേട്ടോ. നല്ല സ്നേഹമാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാവരും. പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അപ്പൊ ഇതാണ് പാല കേട്ടോ. നല്ല ഇതിൽ കണക്കെ ഇരിക്കുക. വലിയ മീനിനും ചെറിയ മീനിനും ഒക്കെയുള്ള വല ഇരിക്കുക. അപ്പൊ നമ്മുടെ കാഴ്ചകൾ അവശേഷിക്കുന്നില്ല. അടുത്ത് നമുക്ക് മറു സൈഡ് പോകേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. നല്ല കാറ്റുണ്ട്. ഇച്ചിരി കാറ്റ് കൂടുതലെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് 2 കുട്ടികളെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരവിടെ എന്ത് ചെയ്യുകയാണെന്ന് എനിക്കറിയില്ല. അവിടെ കൂടെ അവരെയും കൂടെ ഒന്ന് പരിചയപ്പെട്ട് അവിടെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത മറു സൈഡിൽ പോവാം. ഇനി കാഴ്ചകൾ അവശേഷിക്കുന്നില്ല കേട്ടോ. ഇനി കാഴ്ചകൾ കാണാനാണെങ്കിൽ കുളച്ചൽ അതിമനോഹരം തന്നെയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. കാണാനായിട്ടാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ അതേ കാണുന്ന പാറ കണ്ടോ? അതിൻ്റെ ഈ കടലിൻ്റെ ഒരു കുറച്ച് ദൂരം അകലെയായിട്ട് ഒരു പാറ കാണാം കേട്ടോ. ആ പാറയുടെ അവിടം വരെ ആയിരുന്നു ആദ്യം കടലെന്നാ പറയുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് തിരകൾ വന്ന് അടിച്ചപ്പോൾ ഇത്രത്തോളം ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കടലിലെ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ചൂടും കാറ്റും ഒക്കെ ആയിട്ട് കടൽ കാറ്റുമായിട്ട് കടലിലെ തിരമാലകൾ എണ്ണി അങ്ങനെ ഞാൻ നിൽക്കുക. സമയം പോകുന്നത് അറിയില്ല, സത്യം പറയാമല്ലോ. അപ്പം നമുക്കിനി അടുത്ത ഒരു അപ്പുറത്തൊരു സെക്ഷൻ കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇന്ന് ഭയങ്കര തിരയെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല കടൽക്ഷോഭം പോലെ ഭയങ്കരമായിട്ട് ഒരുപാട് തിരയാണ്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ പോലെ നിൽക്കാൻ പേടിയാണ് കേട്ടോ. തിര ഇങ്ങി വരെ ഈ പാറക്കെട്ട് വരെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിന് തൊട്ട് കുറച്ചിപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ഈ പാറക്കെട്ട് വരെ തിര വരുന്നുണ്ട് കണ്ടോ.
നമുക്ക് അധികം നേരം ഈ കടലിനോട് നിന്ന് കളിക്കണ്ട. അപ്പൊ മീൻ പിടിച്ച് കൊണ്ടുവരുന്ന സ്ഥലമാണ് കേട്ടോ. ഇതാണ് മെയിൻ കേട്ടോ, മീൻ വളർത്തൽ തുറമുഖം കുളച്ചൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് മീന് വിൽക്കാൻ കൊണ്ട് വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാവേ. ഇതിനകത്തുള്ള കാഴ്ചകൾ കണ്ടോ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. നമുക്ക് 4 മണിക്കോ 12:30ക്കോ ഒക്കെ വരേണ്ടതായിരുന്നു കേട്ടോ. നല്ല ഒരുപാട് തിരക്കുള്ളൊരു സ്ഥലമാണ്. മീൻ വാങ്ങിക്കാനായിട്ട് ആളുകൾ വരുന്നുണ്ട്, ഇവിടെ നിന്ന് മീൻ കയറ്റി അയക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ നിശബ്ദതയായിട്ട് ഇരിക്കുന്നത് ആ സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നത് കൊണ്ടാണ് കേട്ടോ. നോക്കിക്കേ, നല്ല ഭംഗിയുണ്ട്. ഭംഗിയെന്ന് പറയാൻ എന്താണ്, എന്തോ അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങളെല്ലാം നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടികൾ നിൽക്കേണ്ട സ്ഥലങ്ങൾ, മീൻ വെക്കേണ്ട സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് നല്ല കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇട്ടേക്കുന്ന കേട്ടോ. ഇവിടെ വൃത്തിയും എടുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടിട്ട്. അപ്പൊ ഈ ബോട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് യാത്രയാവും കേട്ടോ. ഇത് 1 മാസം കഴിഞ്ഞ് അവർ വരത്തുള്ളൂ. അവർ കേരളത്തിലോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 1 മാസത്തേക്കുള്ള ഫുഡും വെള്ളവും ഒക്കെ കരുതിയിട്ടുണ്ട്. എന്ത് പറയാനാണ്, നമുക്കിനി അടുത്തൊരിക്കൽ കൂടെ ബീച്ച് ഒന്ന് കണ്ടതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കുളച്ചൽ പാലമാണ് കേട്ടോ. ഇത് ഇരിക്കുന്നത് ഇത് 2002 സുനാമി വന്ന സമയത്ത് ഇടിഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് ഈ കയറൊക്കെ, പാലത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി താഴെ ഇറങ്ങിയപ്പോൾ നേരത്തെ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. പരിചയമാണെങ്കിൽ ഇതിനകത്തോട്ട് പ്രവേശിക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കുളച്ചിലെ വിശേഷങ്ങളും അവസാനിക്കുകയാണ്. ഞാൻ ഇതായിട്ട് വീട്ടിലോട്ട് അമ്പൂരിയിലോട്ട് പോവുകയാണ്. വരുന്നുണ്ടോ?